നമസ്കാരം. ജയലളിതയെക്കുറിച്ചുള്ള വാർത്തകൾ അവർ ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടും അവസാനിക്കുന്നില്ല. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അവരുടെ മുഖഛായ ഒറ്റനോട്ടത്തിൽ നമുക്ക് തന്നെ തോന്നും അത് ജയലളിതയുടെ മകൾ തന്നെയാണെന്ന്. തൻ്റെ അമ്മയാണ് ജയലളിത എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനൊരു യുവതി നമ്മുടെ മാധ്യമങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അവർ ചില കഥകളൊക്കെ പറയുന്നു. വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ജയലളിതയെക്കുറിച്ച് ഉള്ള ആദ്യത്തെ ഒരു ചിത്രം ഞാൻ കാണുന്നത് MGR മരിക്കുമ്പോൾ ഞാൻ മദ്രാസിലുണ്ടായിരുന്നു. എൻ്റെ വളരെ ചെറുപ്പകാലമാണ്, യുവാവുന്ന കാലത്താണ്. അദ്ദേഹത്തിൻ്റെ ശവകുടീരം വഹിച്ചു കൊണ്ടുപോകുന്ന ലോറിയിൽ നിന്ന് ജയലളിതയെ പിടിച്ച് പുറത്തേക്ക് തള്ളുന്ന ഒരു കാഴ്ച അന്നത്തെ പത്രങ്ങളിലൊക്കെ ധാരാളമായിട്ട് വന്നിരുന്നു. എന്നിട്ട് MGRൻ്റെ അന്നത്തെ ഭാര്യ VN ജാനകി അവരെ മുഖ്യമന്ത്രിയാക്കി. വീരപ്പനെ പോലുള്ള അങ്ങനെ അന്നത്തെ ഒരുപാട്, വീരപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാട്ടുകളനായ വീരപ്പനിൽ അന്നത്തെ അവിടുത്തെ അന്ന് MGRൻ്റെ സമകാലികനായിട്ടുള്ള ഈ ADMKയിലെ നേതാക്കന്മാരൊക്കെ കൂടി ചേർന്നിട്ടൊരു മന്ത്രിസഭയുണ്ടാക്കി. അതെല്ലാം നിലംപരിശായി. പക്ഷേ അവരുടെ ആ കണ്ണീരിൻ്റെ ശക്തി കൊണ്ട്, അല്ലെങ്കിൽ അവർ MGRുമായിട്ടുള്ള പ്രണയത്തിൻ്റെ തീക്ഷ്ണമായ ശക്തി കൊണ്ട്, ആ ബന്ധം കൊണ്ടോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷമുള്ള അനുഗ്രഹം കൊണ്ടോ ജയലളിത അടുത്ത ഇലക്ഷന് അവർ മരിക്കുന്നത് വരെ ആ തമിഴ് രാഷ്ട്രീയം അവരുടെ കയ്യിലായിരുന്നു. അവർ മതിമറന്നുപോയി എന്നുള്ളതാണ്. അവരെ മൈസൂർ രാജകുടുംബത്തിലുമായിട്ടൊക്കെ ബന്ധമുള്ളവരാണെന്നൊക്കെയുള്ള കഥകളുണ്ട്, അമ്മയെ കുറിച്ചിട്ടുള്ള കഥകളുണ്ട്. പക്ഷെ ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. ജയലളിത എന്ന് പറയുന്ന ഒറ്റയാനായ സ്ത്രീ, നമ്മുടെ ഇന്ദിരാഗാന്ധിയെ പോലെ പറയുന്ന, അവരുടെ ധാർഷ്ട്യവും അവരുടെ ധിക്കാരവും അവരുടെ അഹങ്കാരവും ഒക്കെ തമിഴ് മക്കൾ സഹിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതൊക്കെ തന്നെ അവർക്ക് പ്രിയപ്പെട്ടതായിട്ട് മാറി. കാരണം ജയലളിത എന്ന് പറയുന്ന അവരുടെ അമ്മ എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അവർ മരിക്കുന്നത് വരെ, ഇന്ന് ഭരിക്കുന്ന DMKയുടെ ഒരു സീറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കരുണാനിധി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ മുഖ്യമന്ത്രിയെ, അല്ലെങ്കിൽ ജനകീയവനായിട്ടുള്ള ഒരു മന്ത്രിയെ, നേതാവിനെ റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയിട്ട് ജയിലിലിട്ട കഥകളൊക്കെ ഉണ്ട് അന്നത്തെ കാലത്ത്. ഇതൊക്കെ നമ്മുടെ അനുഭവമുള്ളതാണ് പല കാര്യങ്ങളും. ആ ജയലളിതയുടെ മരണശേഷം ഇപ്പോൾ മകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, അമ്മയുടെ ദുരിതം പറഞ്ഞ്. ശശികല എന്ന് പറയുന്ന കാസറ്റ് കട നടത്തിയിരുന്ന, ഇല്ലെങ്കിൽ ജയലളിതയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ സിനിമയായിട്ട് ബന്ധമുണ്ടായിരുന്ന സ്ത്രീയായിരുന്നല്ലോ. അങ്ങനെ കാസറ്റ് കൊടുക്കാൻ വന്ന ഒരു സ്ത്രീ, ഈ ശശികല എന്ന് പറയുന്ന ആ സ്ത്രീയുമായിട്ടുള്ളൊരു സൗഹൃദം അത് വളരെ ശക്തമാവുകയും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിട്ട് മാറുകയും ചെയ്തു. അഴിമതിക്ക് പേരുകെട്ട സ്ഥലമാണ് തമിഴ്നാട്, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ. അത് എന്നായാലും അത് അങ്ങനെയാണെന്നാണ് അതിൻ്റെ കേൾവി. അതിൻ്റെ സത്യാവസ്ഥയിലൊന്നും കടന്നു ചെന്ന് നമുക്ക് അന്വേഷിക്കാനൊന്നും പറ്റില്ല. പക്ഷേ അങ്ങനെയാണ്. ജയലളിതയുടെ മരണം എന്ന് പറയുന്നത്, അന്ന് ഒരുപാട് ആത്മാഹൂതിയൊക്കെ നടന്നു. മരിച്ച് 2 ദിവസം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് ജനങ്ങളൊക്കെ ഒന്ന് അടങ്ങിയതിന് ശേഷമാണ് പുറത്ത് വിട്ടത് തന്നെ. ആ മരണത്തിൻ്റെ ദുരൂഹതകൾ ആരും അന്വേഷിക്കാനില്ല. ദുരൂഹതകളൊക്കെ നിറഞ്ഞു നിൽപ്പുണ്ട്. MGR താമസിച്ചിരുന്ന സ്ഥലത്ത് വർഷങ്ങൾക്ക് ശേഷം കെട്ടിടം പൊളിച്ചപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ നോട്ടുകെട്ടുകൾ ജീർണിച്ച് ചിതലി വന്ന് മഴവെള്ളം വീണ് നശിച്ചതായിട്ട്, അല്ലെങ്കിൽ ജീർണിച്ച് നശിച്ചതായിട്ടൊക്കെ ഉള്ള വാർത്തകളുണ്ട്. ജയലളിതയ്ക്കും 3000 ജോഡി ചെരുപ്പുകളും ഏക്കർ കണക്കിന് എസ്റ്റേറ്റുകളും ഭൂമികളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ നമുക്കൊരു വലിയ പാഠമാണ്. കാരണം സത്യമല്ലാത്ത ജീവിത രീതിയിലൂടെ, ധർമ്മമില്ലാത്ത ജീവിത രീതിയിലൂടെ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയാലും അതൊക്കെ അന്യം വന്നു പോകുന്ന ദത്തുപുത്രന്മാരുണ്ടായിരുന്നു, ഏറ്റവും പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. അവർക്കാർക്കും തന്നെ ഇത് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നു. പിന്നെ കേൾക്കുന്ന ഒരു വാർത്ത, ഇത് സന്യാസി സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട പളനി മുരുകനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞൊരു കഥയാണ്. അതിനകത്ത് എത്ര സത്യമുണ്ടെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഏതോ ജ്യോതിഷ ശാസ്ത്രപ്രകാരം ജയലളിതയുടെ കാലുകൾക്ക് ക്ഷതമുണ്ടാകുകയും കാലുകൾ നഷ്ടപ്പെടുകയും ചെയ്യും എന്ന് ആരോ ജ്യോതിഷ ശാസ്ത്രം വെച്ച് പറഞ്ഞപ്പോൾ, പളനി മുരുകൻ്റെ കാലുകൾ, ആ കാലുകളിലെ ദിവ്യാഔഷധങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു വലിയ കാലാണ്. അദ്ദേഹം മുരുകൻ്റെ ഭോഗറുടെ കാലത്തുള്ളതായിരുന്നു എന്നാണ് പറയുന്നത്. ആ കാലുകൾ എടുത്ത് പകരം സ്വർണ്ണക്കാലുകൾ വെച്ചു എന്നാണ്. ആ കാലുകളെ ഔഷധ രൂപത്തിലാക്കി കഴിച്ചത് കൊണ്ട് ഉണ്ടായ ഒരു ദുരിതവും ദുരന്തവുമാണെന്നും പിന്നീടും കേട്ടു. ഇതെല്ലാം ഈ ഇത്തരം നിഗൂഢമായിട്ടുള്ള രഹസ്യങ്ങളാണ്. ഇതൊന്നും പുറത്ത് എത്രത്തോളം വന്നിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. എന്തായാലും കാലുകളെ കുറിച്ചിട്ടുള്ള
അവസാന കാലത്ത് നടക്കാൻ പറ്റാതെ വരികയും കെട്ടിലിൽ തന്നെ കിടപ്പാവുകയും അതൊന്നും പുറത്തുവിട്ട ഒരു ചിത്രങ്ങളുമില്ല. ഒരു ദൈവത്തിനും രക്ഷിക്കാൻ പറ്റാത്ത വിധം ജയലളിത എന്ന് പറയുന്ന ഒരു രാജ്യം എന്ന് തന്നെ പറയാം, തമിഴകം അടക്കി ഭരിച്ച, അങ്ങനെ ഉജ്ജ്വലയായിട്ട് നിലനിന്ന, അഗ്നിയേക്കാൾ ശക്തിയോടുകൂടി ജ്വലിച്ചു നിന്ന ജയലളിത അതിദാരുണമായി മരണപ്പെട്ടു. മകൾ പറയുന്നത് അവർ കാണുമ്പോൾ ഇത് അവരെ നിലത്ത് കിടക്കുന്നതായിരുന്നു എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. എത്രയോ എത്രയോ കോടികളുടെ അധിപതിയായ ഒരു സ്ത്രീ, അധികാരത്തിൻ്റെ അഹങ്കാരം കൊണ്ട് അടക്കി ഭരിച്ച, തമിഴകം അടക്കി ഭരിച്ച സ്ത്രീയെ, ജനപ്രീതി നേടിയ ഒരു സ്ത്രീയെ, ജനങ്ങൾ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന സ്ത്രീയെ അവർ നിലംപരിശായി. അവരെ ഒപ്പം നിന്നവർ ചതിച്ചു വീഴ്ത്തി. ആ ചതിച്ചു വീഴ്ത്തിയതിന് ഒരു വലിയ കഥയുണ്ട് നമുക്ക്. ഞാനത് പറഞ്ഞിട്ടുള്ളതാണ് പലപ്പോഴും. ഒപ്പം നിൽക്കുന്നവരെ വളരെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഒപ്പം വന്നുകൂടുന്നവർ, നമുക്ക് സമ്പത്തുണ്ടാകുമ്പോൾ, നമ്മുടെ ധനമുണ്ടാകുമ്പോൾ നമ്മളോടൊപ്പം വന്ന് ചേർന്ന് നിൽക്കുന്നവരൊക്കെ തന്നെ ആ സമ്പത്ത് കഴിയുമ്പോൾ ഒന്ന് ഈ സമ്പത്തിനെ നോക്കിയാണ് അവർ വരിക. നമ്മുടെ ഇരിപ്പിടത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ് വരിക. നമ്മൾ സ്നേഹം ഇരിപ്പിടത്തോടാണ്, അധികാരത്തോടാണ്. ആ സമ്പത്തിനോടുള്ള സ്നേഹം അവരിത് കഴിയുമ്പോൾ പിരിഞ്ഞു പോകും. അത് ഞാൻ രുദ്രസിംഹാസനം സിനിമയിൽ അനുഭവിച്ചിട്ടുള്ളതാണ്. അവസാനം ആരുമില്ലാതായി. ഒരു സാലിയും ഉണ്ടായിരുന്നു, ഒരു കൃഷ്ണകുമാറും ഉണ്ടായിരുന്നു. അവസാനം എല്ലാവരും പോയി കഴിയുമ്പോൾ അതങ്ങനെയാണ്. അത് അവരുടെ കുറ്റമല്ല. അങ്ങനെ ശർക്കര ഉള്ളിടത്തേ ഈച്ച വരുള്ളൂ, മധുരം ഉള്ളിടത്തേ ഉറുമ്പ് വരുള്ളൂ. അങ്ങനെ ജയലളിതയുടെ ഒരു ആരോഗ്യം, നമ്മൾ ഒരു നല്ല പനി വന്നാൽ തീരുന്നതേ ഉള്ളൂ ജീവിതം. നമ്മൾ അഹങ്കരിക്കാനും എത്രയോ വർഷം ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞ് സമ്പത്തുണ്ടാകാനും നമ്മുടെ തലമുറകൾ കൈമാറ്റം ചെയ്യപ്പെടാനായിട്ട് ഈ സമ്പത്തെല്ലാം ഉണ്ടാക്കിയിട്ട് ദത്തുപുത്രന്മാരെയും ദത്തുപുത്രന്മാരെയും സ്നേഹിച്ചവരെയും പരിചാരവും ഒക്കെ കൊടുത്തിട്ടും വീണ്ടും ദൈവം ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ദൈവം തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മളൊരു വലിയ പരീക്ഷണത്തിലും ദുരന്തത്തിലേക്കുമാണ് പോകുന്നതെന്നും. ഇത് ജനലയുടെ കാര്യം ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞെന്നുള്ളതുള്ളൂ. ഒരുപാടുണ്ട്. നിത്യം കേൾക്കുന്ന, ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന കഥകളിൽ ഇതൊക്കെ വളരെ ഇത് ഞാനിപ്പോൾ യൂഷ്വലായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ശശികല എന്ന് പറയുന്ന ഒന്നുമില്ലാതെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, അവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു. അധികാരത്തിൻ്റെ ഒരു പിന്നിൽ നിൽക്കുന്ന ആ നിഴൽ അവരായി. ജയലളിതയുടെ നിഴൽ മാറുകയും പകരം ശശികലയുടെ നിഴലാകുകയും ചെയ്തു. അവർ പിന്നെ എത്രയോ കാലം അഴിമതിയുടെ പേര് ജയിലിൽ കിടന്നു. അവർ പുറത്തിറങ്ങി പാർട്ടി ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ അത് ശിഥിലമായി പോയി എന്നുള്ളതാണ്. അങ്ങനെ ശിഥിലമായി DMK സർക്കാർ അധികാരത്തിൽ വരുന്ന ശക്തമായി അവരുടെ സ്വാധീനം, അവർ തമിഴ്നാട്ടിൽ ഇനിയിപ്പോൾ വേറൊരു ശക്തിക്ക് വരാൻ പറ്റാത്ത വിധം, അവരെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ വരുമോ എന്നുള്ളതൊക്കെ രാഷ്ട്രീയമാണ്, നമുക്കതിനെക്കുറിച്ച് എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ പറ്റില്ല. ഈ ജയലളിത എന്ന് പറയുന്ന ആ സ്ത്രീയുടെ പ്രേതാത്മാവ് അത് ശക്തിയാണ്. ആരൊക്കെയാണോ അവരെ നശിപ്പിക്കാൻ നിന്നത്, ആരെയാണോ അവർ വിശ്വസിച്ചിരുന്നത്, ആ വിശ്വസിക്കുന്നവർ അവർ ചതിച്ചപ്പോൾ ആ ചതിക്കപ്പെട്ടതിൻ്റെ നൊമ്പരപ്പെട്ട് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ അതിദാരുണമായി മരണപ്പെട്ട, അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു എന്ന് നമുക്കറിഞ്ഞൂടാ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മകൾ പറയുന്നത് മകൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ പറയുന്നത് ശരിയാണ്. അവരെന്താണ് ഇത്രയും കാലങ്ങൾക്ക് ശേഷം, കാരണം ഇപ്പുറത്ത് നിൽക്കുന്ന അധികാരവർഗം ഒരാളെ കൊന്നു തള്ളിയാൽ പോലും ചോദിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നതുള്ളത് കൊണ്ട് അവർ അതിൻ്റെ സത്യാവസ്ഥ, പക്ഷെ ഒറ്റ നോട്ടത്തിൽ അത് ജയലളിതയുടെ രൂപമായിട്ട് വളരെ ബന്ധമുണ്ടാവും ആ സ്ത്രീ. അപ്പോൾ ഇതാണ് സ്ഥിതി. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അധികാരത്തിമിർപ്പ് കൊണ്ടൊന്നുമല്ലാതായി പോയ ജയലളിത നമ്മുടെ മനസ്സിലൊക്കെ ഇപ്പോൾ ദുഃഖം വിതറുന്നു ഇല്ലേ? അവരുടെ എത്രയോ നല്ല സിനിമകൾ, അവർ ഭരിച്ച രാഷ്ട്രീയം, അവരെ സ്നേഹിച്ചിരുന്ന മനുഷ്യർ, അവർക്കെല്ലാം നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമായിട്ട് മാറി. ഈ കാലിൻ്റെയൊക്കെ കഥ വളരെ രഹസ്യമായിട്ട് തന്ത്രമന്ത്രാദികൾ നിൽക്കുന്നവരുടെ നിഗൂഢതമായിട്ടുള്ള സംഭവങ്ങളാണ്. ഞാനത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ അധികാരം, നമുക്ക് ഈശ്വരൻ തരുന്ന ജീവിതം, ജന്മം, ഈശ്വരൻ തരുന്ന ഉയർച്ച നമ്മൾ തിരിച്ചറിഞ്ഞ് താണനിലത്തെ നീരോടു അവിടെ ദൈവം തുണ ചെയ്യൂ എന്നാണ്. താണനിലത്തുകൂടെ മാത്രമേ നീരോട്ടം ഉണ്ടാകുകയുള്ളൂ. എത്ര ഉയരത്തിൽ നിന്ന് ഒഴുകി വന്നാലും ആ ഒഴുകുന്ന സ്ഥലം, പഴയ ആൾക്കാർ പറഞ്ഞതൊക്കെ അതിൻ്റെ ഒരു സത്യമാണ്. യഥാർത്ഥത്തിൽ അവർക്ക് നീതി കിട്ടുമെന്ന് അറിയത്തില്ല. അവരെ സ്വത്തും പണവും ഒന്നും ആവശ്യമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. എനിക്ക് എൻ്റെ അമ്മയാണ് എന്ന്
അവർക്ക് സമൂഹത്തെ, ലോകത്തെ അല്ലെങ്കിൽ സ്വന്തം മനസാക്ഷിയെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. പ്രസവിച്ച് കൊടുത്തയച്ചു എന്നാണ് പറയുന്നത്. അവർക്കൊരു ഒറ്റ ലക്ഷണത്തിൽ അവർ വലിയ മാനസിക സംഘർഷവും ദുഃഖവും അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇതാണ് ലോകത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതൊരു വലിയ പാഠമാണ്. അവർ പണമൊന്നും വേണ്ടെന്നാണ് പറയണേ. ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ അമ്മയുടെ അവകാശം സ്ഥാപിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. നമുക്ക് അർഹതയില്ലാത്ത രാഷ്ട്രീയത്തിൽ നിലനിൽക്കുമ്പോൾ ഇഷ്ടംപോലെ സ്വത്തുക്കൾ ഹിതമല്ലാത്ത അഴിമതി പണത്തിലൂടെ നേടിയെടുക്കുന്നതെല്ലാം തന്നെ അടുത്ത തലമുറയ്ക്ക് അനുഭവിക്കാൻ പറ്റാതെ വരികയും ജീവിതത്തിൻ്റെ അവസാന കാലം നമ്മൾ തന്നെ ഇത് ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ ഒരു വലിയ സത്യമാണ് ജയലളിത എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു കലാകാരിയായിരുന്ന സിനിമയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു മാസ്മരിക വലയുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. എംജിആർ എന്ന് പറയുന്ന ജനപ്രിയനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും സിനിമാ നടൻ്റെയും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ടവളായി ജീവിച്ച് അവസാനം ഒറ്റയ്ക്കും ജീവിച്ച് വിശ്വസിച്ചവരാൽ ചതിക്കപ്പെട്ട് ഒന്നുമല്ലാതായി വളരെ നിഷ്കരണം കൊല ചെയ്യപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്ത ജയലളിത നമുക്കൊക്കെ ഒരു പാഠമാണ്. അർഹതയില്ലാത്ത പണവും നേടുന്ന പണവും കൊണ്ട് വംശത്തിനും സ്വയം ജീവിതത്തിനും ദുരന്തങ്ങൾ സംഭവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ജയലളിത എന്ന് പറയുന്ന ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് അഴിമതിയിലൂടെ പണം നേടുന്ന രാഷ്ട്രീയ പ്രവർത്തകർ, മന്ത്രിമാർ, അല്ലെങ്കിൽ അത്തരം സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്നവർ, കൈക്കൂലി മേടിക്കുന്നവർ, RTO ഓഫീസിൽ നിന്ന് അഴിമതിയിലൂടെ പണം ഉണ്ടാക്കുന്നവർ, ജനങ്ങളെ പീഡിപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ജയലളിത എന്ന് പറയുന്ന ആ യുവതിയുടെ, ആ സ്ത്രീയുടെ മരണം ഒരു വലിയ പാഠമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സ്വയം പുനർപരിശോധിക്കുക. താൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ? താൻ തെറ്റുകൾ ചെയ്യുന്നുണ്ടോ? ആ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എങ്ങനെയാണ് നമുക്കതിൽ നിന്ന് മാറാൻ പറ്റുക? എങ്ങനെയാണ് നമുക്ക് പരിവർത്തനം ചെയ്യാൻ പറ്റുക? ആ തെറ്റിൽ പശ്ചാത്താപം ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമായില്ലെങ്കിൽ 3ാം തലമുറ കൊണ്ട് വംശനാശം എന്ന മഹാദുരിതങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.